നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശിവഭഗവാൻ ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമാണെന്ന് എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ശിവക്ഷേത്രത്തിൽ സന്ദർശിക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ശിവക്ഷേത്രത്തിൽ പ്രദക്ഷിണം പോലുള്ള കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. മറ്റൊരാൾക്ക് ദോഷം വരുന്ന രീതിയിൽ പ്രാർത്ഥിക്കുന്നത് ഒഴിവാക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ ശിവകോപത്തിന് കാരണമാകുന്നു. ശിവഭഗവാൻ ക്ഷിപ്രപ്രസാദിയാണ്, അതുപോലെ ക്ഷിപ്രകോപിയുമാണ്. ഭഗവാനെ മനസ്സറിഞ്ഞ് വിളിച്ചാൽ നമ്മെ കാത്തുരക്ഷിക്കുന്ന പ്രപഞ്ചനാഥനാണ് പരമശിവൻ. ആരാധനാമൂർത്തികളിൽ പ്രധാനപ്പെട്ടയാൾ. എല്ലാവരും നമ്മെ കൈവിടുന്ന അവസ്ഥയിൽ ഭഗവാൻ നമ്മെ കൈപിടിച്ചുയർത്തും. മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക എന്നതാണ് പ്രധാനം. വഴിപാടുകളൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ മനസ്സറിഞ്ഞ് വിളിച്ചാൽ ശിവകടാക്ഷമുണ്ടാകും. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അതായത് നമ്മുടെ ശത്രുക്കളാണെങ്കിൽ പോലും അവരുടെ നാശത്തിനായി ഒരിക്കലും പ്രാർത്ഥിക്കരുത്. ഭഗവാനെ അവൻ അനുഭവിക്കണേ, ചെയ്ത തെറ്റിന് അവന് കിട്ടണേ എന്ന രീതിയിൽ ഒരിക്കലും പ്രാർത്ഥിക്കരുത്. അതായത് മറ്റൊരാൾക്ക് ദോഷം വരുത്തുന്ന രീതിയിൽ. അത് നമുക്ക് തന്നെ തിരിച്ചടിയാകും. ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭഗവാൻ അവർക്കുള്ളത് നൽകും. അല്ലാതെ നാം പ്രാർത്ഥിച്ച് അവർക്ക് ദോഷം വരുത്തുവാൻ നോക്കിയാൽ അത് നമുക്ക് തന്നെ തിരിച്ചടിയാകും. ശിവക്ഷേത്രത്തിൽ മാത്രമല്ല, മറ്റു ഒരു ക്ഷേത്രങ്ങളിലും ഇത്തരം പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല. ഇനി വഴിപാടുകളുടെ കാര്യം. ശിവക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ നമ്മൾ നടത്താറുണ്ട്. ഏത് ക്ഷേത്രത്തിലാണെങ്കിലും നമ്മൾ വഴിപാടുകൾ നേരുന്നു. ശിവക്ഷേത്രത്തിൽ നാം ഒരു കാരണവശാലും ചെയ്ത വഴിപാട് എന്താണെന്ന് പുറത്ത് പറയരുത്. അത് നമ്മുടെ സ്വന്തക്കാരോടാണെങ്കിൽ പോലും പറയരുത്. കുടുംബാംഗങ്ങളോട് പോലും പറയരുത്. ഇത് കാര്യസിദ്ധിക്ക് തടസ്സമുണ്ടാക്കും. ഇത് ഭഗവാനും നിങ്ങളും മാത്രം അറിയാവുന്ന കാര്യമായിരിക്കണം. ശിവക്ഷേത്രത്തിൽ പോയി ആദ്യം ഭഗവാനെ തൊഴുന്നവരുണ്ട്. എന്നാൽ നന്ദിദേവൻ്റെ പ്രതിഷ്ഠയുണ്ടെങ്കിൽ ആദ്യം 3 തവണ നമഃശിവായ ചൊല്ലി നന്ദിയെ പ്രാർത്ഥിച്ച ശേഷം മാത്രം ശിവനെ തൊഴുക. ഇതുപോലെ ഭഗവാനെ വെല്ലുവിളിക്കുന്ന രീതിയിലൊന്നും പ്രാർത്ഥിക്കരുത്. അതായത് ഭഗവാനുണ്ടെങ്കിൽ ഇത് നടത്തിത്തരും, അത് നടത്തിത്തരും എന്ന രീതിയിലൊന്നും പറയരുത്. അതുപോലെ ശരീരശുദ്ധിയും മനഃശുദ്ധിയും ഉണ്ടായിരിക്കണം. ദേഷ്യവും വെറുപ്പും ഒന്നും വെച്ച് ശിവക്ഷേത്രത്തിൽ പോകരുത്. അതുപോലെ തന്നെ ഉറച്ച വിശ്വാസത്തോടെ വേണം ക്ഷേത്രത്തിൽ പോകാൻ. അനാവശ്യ ചിന്തകളൊന്നും നമ്മുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല. അത് ദോഷം വരുത്തി വയ്ക്കും. അതുപോലെ സംശയത്തോടെ ശിവനെ തൊഴാൻ പോകരുത്. ഇത് നടക്കുമോ എന്ന രീതിയിലല്ല, നടക്കും എന്ന് ഉറച്ച് വിശ്വസിച്ച് വേണം പ്രാർത്ഥിക്കാൻ. അതുപോലെ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടും ഈ കാര്യമൊന്നും നടന്നില്ലെങ്കിൽ പഴിച്ചുകൊണ്ട് ഉള്ള രീതിയിലുള്ള സംസാരം ഒഴിവാക്കുക. ഹൈന്ദവ വിശ്വാസപ്രകാരം പൂർണ്ണതയുടെ ദേവനാണ് മഹാദേവൻ. അതിനാൽ ഭഗവാന് പൂർണ്ണ പ്രദക്ഷിണം പാടില്ല എന്നാണ് വിശ്വാസം. ശ്രീകോവിലിൽ നിന്നുള്ള ഓവിലൂടെ ഒഴുകുന്ന ധാരാജലം ഭഗവാന്റെ ജടയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാദേവിയായി സങ്കല്പമുണ്ട്. ഈ ഓവ് മറികടക്കാതെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ബലികല്ലുകൾ എപ്പോഴും ഭക്തൻ്റെ വലതു ഭാഗത്ത് വരുന്ന രീതിയിൽ ആവണം എന്നതാണ് ചിട്ടവട്ടം. പ്രദക്ഷിണം വെച്ച് ഓവിനരികെ എത്തുമ്പോൾ ശ്രീകോവിലിൻ്റെ താഴികക്കുടം നോക്കി പ്രാർത്ഥിക്കുക. ശേഷം അപ്രദക്ഷിണമായി തിരികെ നടന്ന് ഓവിൻ്റെ മറുഭാഗത്തെത്തുമ്പോൾ ഒരു പ്രദക്ഷിണം പൂർത്തിയാകുന്നു. ഇത്തരത്തിൽ 3 പ്രദക്ഷിണമാണ് ചെയ്യേണ്ടത്. ശിവവാഹനമായ നന്ദികേശനെ വണങ്ങിയ ശേഷം മാത്രമേ പഞ്ചാക്ഷരി മന്ത്രത്തോടെ ഭഗവാന് 3 പ്രദക്ഷിണം പാടുള്ളൂ. മഹാദേവന് ഏറ്റവും പ്രധാനമായ വഴിപാടാണ് ജലധാര. മാസത്തിൽ ഒരിക്കലെങ്കിലും പേരിലും നാളിലും ജലധാര സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് സർവ്വ ദുരിതശാന്തി വരുത്തുന്നു. ശിവക്ഷേത്ര ദർശനം നടത്തുമ്പോഴെല്ലാം ഒരു പിടി കൂവളത്തിലയോ കൂവളമാലയോ സമർപ്പിക്കുക. ശിവശക്തി സങ്കല്പത്തിലുള്ള പ്രാർത്ഥന അതീവ ഫലദായകമാണ്. ഭഗവാന്റെ പ്രതിഷ്ഠയ്ക്ക് പിന്നിലായി പാർവതീദേവിയെ സങ്കല്പിച്ച് പിൻവിളക്ക് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ വിളക്കിന് പിന്നിലായി കണ്ണാടികൾ കൂട്ടിച്ചേർത്ത് പുഷ്പാകൃതിയിൽ പ്രഭ സ്ഥാപിച്ചിട്ടുണ്ടാകും. ഈ പ്രഭയിൽ പിൻവിളക്കിലെ ജ്വാല അനേകം ജ്വാലകളായി പ്രതിഫലിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ദർശനത്തിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കണമെങ്കിൽ പാർവതീദേവിയെ സങ്കല്പിച്ച് പിൻവിളക്കിൽ എണ്ണ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്നതാണ് ചിട്ടവട്ടം. മംഗല്യസിദ്ധി, ദീർഘമാംഗല്യം, ഭാര്യ ഭർത്തൃ ഐക്യം എന്നിവയാണ് പിൻവിളക്ക് വഴിപാടിൻ്റെ ഫലം. ദർശനശേഷം പ്രസാദം വാങ്ങി കുറച്ചുനേരം പഞ്ചാക്ഷരി ജപിച്ച് ക്ഷേത്രത്തിലിരിക്കുക. മൃത്യുഞ്ജയ മന്ത്രം, ശിവപഞ്ചാക്ഷരി മന്ത്രം എന്നിവ ജപിക്കുന്നത് ഇരട്ടി ഫലദായകമാണ്. ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപായി ക്ഷമാപണ മന്ത്രം ചൊല്ലി നമസ്കരിക്കുക. ക്ഷമാപണ മന്ത്രം ഇപ്രകാരമാണ്: ഓം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണ നയനജം വാ മാനസം വാ പരാധം വിഹിതമഹിതം വാ സർവമേതത് ക്ഷമസ്വ
ശിവ ശിവ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. ഇതിൻ്റെ അർത്ഥം കൈകാലുകൾ കൊണ്ടും ബലം, കർമ്മം എന്നിവയാലും കണ്ടതും കേട്ടതിനാലും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ഹിതവും അഹിതവുമായി ചെയ്തുപോയ അപരാധങ്ങളുണ്ടെങ്കിൽ ക്ഷമിച്ചാലും ഭഗവാനെ ശ്രീ മഹാദേവ ശംഭോ. ദയവ് ചെയ്ത് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നന്ദി.